ഇന്ന് നമ്മൾ എന്തുണ്ടാക്കാൻ പോകുന്നത് പൊട്ടറ്റോ നഗറ്റ്സ്. അതെ ഗൈസ്, അപ്പൊ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോണ സാധനം പൊട്ടറ്റോ നഗറ്റ്സ്. നമ്മൾ വേറൊരു റെസിപ്പി കണ്ടതാട്ടോ. പറഞ്ഞു അന്ന് യെല്ലോ പൊട്ടറ്റോ ആണ്, ഇപ്പൊ നമ്മുടെ റെഡ് പൊട്ടറ്റോയാണ്. ഇപ്പൊ എന്റെ ഒരു ഹസ്ബൻഡ് ഉണ്ട്. അപ്പൊ ഹസ്ബൻഡ് എന്റെയാ, അമ്മയുടെ ഒരു ഹസ്ബൻഡ് ഉണ്ട്. അത് നിന്റെ അപ്പനാ? അപ്പൻ മേടിച്ചുകൊണ്ട് വന്നാണ്. ഇത് നന്നാണ്, മറ്റേതിനേക്കാളും ടേസ്റ്റ് ഉണ്ട്. ഈ റെഡ് പൊട്ടറ്റോസ് ഇതുവരെ ട്രൈ ചെയ്യാത്തവർക്ക് ഒരു സജഷൻ എന്ന് പറയുന്നത് മറ്റേ യെല്ലോ പൊട്ടറ്റോനേക്കാളും, അല്ലെങ്കിൽ റസറ്റ് പൊട്ടറ്റോ അല്ലെങ്കിൽ യെല്ലോ പൊട്ടറ്റോ തോന്നുന്നു, അതിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ട്. ഇത് കുറച്ചുകൂടി ഒരു സ്റ്റാർച്ച് കണ്ടന്റ് ഉണ്ട് ഇതിന്. നമുക്ക് കഴിക്കുമ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിലെ ഒരു നാടൻ ഉരുളക്കിഴങ്ങിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്. കറിയിലിടുമ്പോഴാണെങ്കിലും വെറുതെ നമ്മൾ പുഴുങ്ങി ഉടച്ച് കഴിക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഒരു ഇത്തിരി കൊറിയാണ്ടറും കുറച്ച് ബട്ടറും അങ്ങനെയൊക്കെ ഇട്ട് മിക്സ് ചെയ്തൊന്ന് കഴിക്കണമെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് മറ്റേ പൊട്ടറ്റോവും ഇതും കഴിക്കുമ്പോൾ അതിന്റെ ഡിഫറൻസ് ശരിക്കും നമുക്ക് മനസ്സിലാവും. ഈ റെഡ് പൊട്ടറ്റോ അപ്പ നന്നാണ് പണ്ടാണെങ്കിലും ഇത് മേടിക്കുന്നതാണല്ലോ. അതിനേക്കാളും ഭേദം ഇത് മേടിക്കുന്നതാണെന്നാണ് പറഞ്ഞ കുട്ടിയുടെ ട്രാൻസ്ലേഷനാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ രണ്ട് പൊട്ടറ്റോയും യൂസ് ചെയ്യുന്നേ ഉള്ളൂ. എങ്ങനെ വരും എന്നുള്ളത് അറിയില്ല. ഞാൻ പൊട്ടറ്റോ വെച്ച് ഒരുപാട് സ്നാക്സ് ഒന്നും അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. ചുമ്മാ ഒരു പണിയില്ലാണ്ട് ഞങ്ങൾ ഇരിക്കുന്നത് കൊണ്ട് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിവിടെ ആ രണ്ട് പൊട്ടറ്റോ എന്ന് പറയുന്നത് ബോയിൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഈ ബോയിൽഡ് പൊട്ടറ്റോനെ നമ്മൾ ഈ സിപ്ലോക്ക് ബാഗിലേക്ക് ഇടുന്നു. നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഒറിഗാനോ, കുറച്ചൊരു ഫ്ലേവറിന് വേണ്ടി, പിന്നെ കുറച്ച് ക്രഷ്ഡ് പെപ്പർ എടുക്കുന്നുണ്ട്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഏകദേശം നമുക്കൊരു ഇത്തിരി കോൺഫ്ലവർ വേണം, പിന്നെ ഒരു ചെറിയൊരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും എടുക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. കുറച്ച് ഉപ്പും കൂടെ വേണം. ഉപ്പ് ഞാൻ ഓൾറെഡി പൊട്ടറ്റോ ബോയിൽ ചെയ്തപ്പോൾ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഒരുപാട് വേണമെന്നില്ല. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി. കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഇനി നമുക്ക് കുറച്ച് ക്രഷ്ഡ് പെപ്പർ, ഒറിഗാനോ, അതിത്തിരി കൂടിപ്പോയി, അത്രയും വേണ്ട. പിന്നെ നമുക്ക് വേണ്ടത് കോൺഫ്ലവർ ആണ്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ മൊത്തം ഞാൻ എടുത്തിട്ടില്ല, എന്നാലും അത്രയാണ്. പിന്നെ ഉപ്പ് ഞാൻ നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം നമുക്ക് ഇട്ടാൽ മതി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതെല്ലാം കൂടി ഒന്ന് സിപ്ലോക്ക് ബാഗിൽ ലോക്ക് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു കാര്യം നമ്മൾ മറന്നുപോയി, ഇതിനകത്തേക്ക് ചീസ് ഇടണം. ചീസ് ഞാൻ ഓൾറെഡി, ഇത് സ്ലൈസ്ഡ് ചീസാണ്, അതിനെ ഞാനൊന്ന് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഒന്ന് ഇടുന്നുണ്ട്. എന്നിട്ട് ഇനി നമ്മുടെ ബാഗ് എന്ന് പറയുന്നത് ശരിക്കും ഒന്ന് ലോക്ക് ചെയ്യുക. എന്നിട്ട് ഉള്ള എയറൊക്കെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് റിലീസ് ചെയ്ത് കളഞ്ഞിട്ട് ശരിക്കും ലോക്ക് ചെയ്തിട്ട് നമുക്കിതിൽ നിന്ന് മാഷ് ചെയ്തെടുക്കണം. കുറച്ച് കൂടുതൽ ഷേപ്പും അതിൻ്റെ ഒരു ലെവലൊക്കെ ഒന്ന് നന്നാവണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നൊരു ചപ്പാത്തി പലകയുടെ കോലി വെച്ചിട്ട്
ആ റോളറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല കറക്റ്റ് ഷേപ്പിലും നല്ല കറക്റ്റ് ലെവലിലും നമുക്ക് കിട്ടും. ഇത് ജസ്റ്റ് ഓപ്ഷണലാണ്, അത്ര ഭംഗിയിൽ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ മാത്രം. ഇതിപ്പം നമുക്ക് വേറെ ഗസ്റ്റ് ഒന്നുമില്ല, നമുക്ക് തന്നെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് കാണാൻ ഒരു ഭംഗിയും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പം നമ്മുടെ ഏകദേശം വന്നേക്കുന്ന പൊട്ടറ്റോൻ്റെ മിക്സ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ നമ്മൾ ഒരു 2 to 3 hours നമ്മൾ ഫ്രീസറിലോട്ട് കയറ്റാൻ പോകും. അത് ഫ്രീസാവുന്ന നേരം കൊണ്ട് നമുക്കിത് മുക്കി പൊരിക്കാനുള്ള അതിൻ്റെ മിക്സ് ശരിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് ഓൾ പർപ്പസ് ഫ്ലവറാണ്. അതിനകത്തേക്ക് ഒരു ചെറു ചൂടുവെള്ളം ഞാൻ മിക്സ് ചെയ്ത് ഒരു കുറച്ച് ലൂസായിട്ട് കിട്ടുന്ന പരുവത്തിനകത്ത് ഞാൻ അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് ഏകദേശം ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഒരുപാട് തിക്കുമല്ല എന്നാൽ ഒരുപാട് തിന്നും അല്ലാത്തുള്ളൊരു പരുവം.